വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ വ്യാപകമായാണ് കൃഷിനാശം വരുത്തുന്നത്. വർഷങ്ങളായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം എന്നുണ്ടാകും എന്ന ചോദ്യമാണ് ഇവിടുത്തെ ആളുകൾ മുൻപോട്ട് വയ്ക്കുന്നത്. നിലവിൽ കൃഷിയടക്കം ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യമാണ് ഇവിടുത്തുകാർക്ക്. രാത്രികാലങ്ങളിൽ ഭയപ്പാടോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യം മേഖലകൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി കൃഷിനാശം വരുത്തുമ്പോഴും അധികൃതർ സ്ഥലത്തെത്തി കാട്ടാനകളെ ഓടിച്ചുവിടും. എന്നാൽ ഇവ തൊട്ടടുത്ത ദിവസം വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. മുൻപ് 1ഉം 2ഉം കാട്ടാനകളാണ് എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഈ കല്ലാട് പ്രദേശത്ത് കാട്ടാന കൂട്ടം വന്ന് തമ്പടിക്കുകയാണ്. കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുക, മനുഷ്യന് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നമ്മുടെ ഈ പറമ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് രാത്രി കാലങ്ങളിൽ ആന വരുന്നുണ്ട്. ഞങ്ങൾ ഫോറസ്റ്റുകാരെ അന്നേരം തന്നെ ഞാൻ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. ഉടനെ അയൽവാസികൾ എന്നെ അറിയിച്ചു, ഫോറസ്റ്റുകാരെ അറിയിച്ചു. ഫോറസ്റ്റുകാരെ മിനിഞ്ഞാന്ന് വെളുപ്പിനെ വന്നിരുന്നു. അവർ ഒരു ഓശവെടിയൊക്കെ വെച്ച് ഇതിനെ ഓടിച്ചു. ഇത് ഓടിച്ചിട്ട് പിറ്റേ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ വീണ്ടും ഇത് ഇവിടെ എത്തി കൃഷിനാശം ഉണ്ടാക്കി. അതിനുശേഷം ഇന്നലെ വെളുപ്പിനെ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഇതിവിടെ വന്നു എന്ന് അയൽവക്കത്തുള്ള ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഫോറസ്റ്റുകാരെ വിളിച്ചു. അവരും ഫോറസ്റ്റുകാരെ വിളിച്ചിരുന്നു. ഫോറസ്റ്റുകാർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. ഫോറസ്റ്റുകാർ ഇവിടെ എത്തി ഓടിച്ചു. പക്ഷെങ്കിൽ ഈ ഒരു ശാശ്വതമായ പരിഹാരമാകുന്നില്ല. ഈ ആന ശരിക്കും ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് കഴിഞ്ഞാൽ ജൂക്കാലി പ്ലാന്റേഷനാണ്. അവിടെയാണ് ഇത് തമ്പടിച്ചിരിക്കുന്നത്. അവിടുന്ന് പകൽ പോയി കിടന്നിട്ട് രാത്രി കാലങ്ങളിൽ വീണ്ടും ഇങ്ങോട്ട് എത്തിച്ചേരുക. ഇതിന് ചുറ്റും താമസിക്കുന്നത് വെറും പാവപ്പെട്ട ആളുകളാണ്. കൂലിവേലക്കാരും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരൊക്കെ 5ഉം 10ഉം 2-3 സെൻറ്റ് സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. അവർ രാത്രി കാലങ്ങളിൽ 3 ദിവസമായിട്ട് ഉറക്കമില്ല. ഞാനും 3 ദിവസമായിട്ട് ഉറങ്ങുന്നില്ല. വീട്ടിൽ കിടന്നാനൊക്കുകയില്ല, ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു നിഴലിലാണ് ജീവിതം ഈ പ്രദേശത്തുള്ളവരുടെ ആയിരിക്കുന്നത്. കൃഷി ദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം കൃഷിയിടം നിലം പരിശാക്കിയാണ് കാട്ടാനകൾ മടങ്ങുന്നതെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസം പീരുമേട് കല്ലാർ പുതുവേലിയിൽ താമസിക്കുന്ന തട്ടാമ്പറമ്പിൽ മാത്യുവിന്റെ കൃഷിയിടത്തിലെത്തി കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത്. കർഷകനായ ഇദ്ദേഹം നാളുകളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത മുഴുവൻ കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനും സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പീരുമേട്.